ചരിത്ര നേട്ടം കൈവരിച്ച ആർട്ടിമിസ് 2 ദൗത്യം ബഹിരാകാശ സംഘത്തെ വഹിച്ചുള്ള പേടകം ചന്ദ്രന് ഏറ്റവും അടുത്തെത്തി. ചന്ദ്രന് 6000 കിലോമീറ്റർ അടുത്ത് വരെയാണ് പേടകം എത്തിയത്. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ വിദൂര വശത്തെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, വലിയ നിമിഷമാണ്, വലിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൗത്യ സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഇതുവരെയുള്ള ദൗത്യ സംഘത്തിൻ്റെ നേട്ടങ്ങൾ, അതൊക്കെ ഒന്ന് വിവരിക്കാം. രഞ്ജിത്ത്, ഏറ്റവും സുപ്രധാനമായ മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയത്. ചന്ദ്രന് ഏതാണ്ട് 6000 കിലോമീറ്റർ അടുത്ത് വരെ ഈ പേടകം എത്തി എന്നതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ നേട്ടം. ആർട്ടിമിസ് 2 ഭേദിച്ചത് 1970 അപ്പോളോ 13 രചിച്ച ആ ഒരു ചരിത്രമാണ്. ഇത്രയും അടുത്തേക്ക്, ചന്ദ്രൻ്റെ അടുത്തേക്ക് പോവുക എന്നത് മാത്രമല്ല, 52 വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രനെ ചുറ്റി ഒരു സഞ്ചാരമുണ്ടാകുന്നത്. അവിടെ തന്നെ ഏറ്റവും വിദൂരവശത്തെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ഗ്രാൻഡ് കാനിയൻ എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. ബുൾസൈ എന്ന് വിളിപ്പേരുള്ള ഒരിടമാണ്. അതായത് വലിയ വലിയ ഗർത്തങ്ങളുള്ള ഇടം, നിരന്തരമായി ഉൾക്കകൾ പതിക്കുകയും വലിയ ഗർത്തങ്ങൾ ഉള്ളതുമായ ഒരു സ്ഥലമാണ്. ഈ പ്രദേശത്ത് ഏതാണ്ട് 6 മണിക്കൂർ, ഈ കഴിഞ്ഞ മണിക്കൂറുകളാണ്, കഴിഞ്ഞ ഇന്ത്യൻ സമയം രാത്രി 11:25 കൂടിയാണ് ഈ പ്രദേശത്തേക്ക് ഈ പേടകം സഞ്ചരിച്ചു തുടങ്ങിയത്. അതായത് ഭൂമിയും പേടകവും രണ്ട് വശത്താവുകയും ഇതിനിടയ്ക്ക് ചന്ദ്രൻ വരികയും ചെയ്യും. ഏതാണ്ട് 45 മിനിറ്റ്, ഈ 6 മണിക്കൂറുള്ള യാത്രയിൽ 45 മിനിറ്റ് പേടകവുമായിട്ടുള്ള ആശയവിനിമയം സാധ്യമായിരുന്നില്ല. ഇത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ പൂർണ്ണമായും എതിർവശത്ത് വരുമ്പോഴുള്ള 45 മിനിറ്റ് ആശയവിനിമയം സാധ്യമല്ല. അത് പക്ഷേ പ്രശ്നമല്ല, അതൊരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന കാര്യം നാസ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആ ഭാഗത്തു കൂടിയുള്ള യാത്ര അവസാനിച്ചിരിക്കുന്നു. അതൊരു വലിയ നേട്ടമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗ്രാൻഡ് കാനിയനിലെ ചിത്രങ്ങൾ കൂടി സഞ്ചാരികൾ പകർത്തിയിട്ടുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ഫ്ലൈ ബൈ എന്ന ഒരു പ്രക്രിയ, അതായത് ചന്ദ്രനെ ഏറ്റവും അടുത്തേക്ക് എത്തുന്ന പ്രക്രിയ, അത് പൂർത്തിയായി ഈ 10-നാണ് തിരികെ പേടകം എത്തുന്നത്. പേടകം തിരികെ കടലിലിറങ്ങും എന്നത് തന്നെയാണ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം. ഏപ്രിൽ 10-ന് പസഫിക് സമുദ്രത്തിലാണ് ഈ പേടകം ഇറങ്ങുക. അവിടെ ശരി വിനോദ്.